ശ്രീ വി ആർ അനൂപ്, നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണെന്നും സെൻസിറ്റീവായ വിഷയമാണെന്നും ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പഞ്ച് ഡയലോഗ് പറയാൻ പറ്റുന്ന വിഷയമേ അല്ല. അതാദ്യം UDF നേതാക്കൾ മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ എന്ന ഒന്നാമത്തെ പ്രശ്നമുണ്ട്. ഇപ്പോൾ നോക്കൂ, രണ്ട് വിഭാഗം സമസ്തകളും ചേർന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏതാണ്ട് 80% വരും. ബാക്കിയേ ഉള്ളൂ മറ്റ് സംഘടനകളൊക്കെ. അവരുടെ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ എന്താണ് ഈ വിഷയത്തിലെ അവരുടെ നിലപാട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളവരാണ്. മുസ്ലിം ലീഗിനാണ് അവ്യക്തത ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു വിഷയത്തിൽ എല്ലാ സെൻറ്റിമെൻറ്റ്സും കണക്കിലെടുത്ത് അനുരഞ്ജനം എന്ന ഒരു കാര്യത്തിലേക്ക്, അവിടെ താമസിക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന ഒരൊറ്റ അജണ്ടയിൽ അനുരഞ്ജനം എന്ന പോസിബിലിറ്റിയിലേക്ക് എത്താനിരിക്കെ ഇത് വഖഫല്ല, ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചെടുത്താണല്ലോ ഈ പ്രശ്നം ഉണ്ടായതും ഒരു വൈകാരിക പ്രതികരണം ഇപ്പോൾ ലീഗിൽ നിന്നടക്കം ഉണ്ടാവുന്നതും. ഇവിടെ സംസാരിച്ച എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവിടെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകൾ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്ന് ഇവിടെ സംസാരിക്കുന്ന, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളും അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകൾ യോജിക്കുന്ന ഒരു പൊതു കാര്യമാണല്ലോ. ഇവിടെ മുനമ്പത്തെ പ്രശ്നത്തെയും വഖഫ് ബില്ലിനെയും രണ്ടായി കാണണം. മുനമ്പത്തെ സംബന്ധിച്ച് മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും കൈക്കൊള്ളുന്നൊരു നിലപാടെന്ന് പറയുന്നത് അവിടെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ച ആളുകളുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് ഈ പറയുന്ന അവരുടെ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശം വേണമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പോൾ ഇവിടെയുള്ള ചില സാങ്കേതികമായ ലീഗൽ പ്രശ്നങ്ങളെ ഈ സന്ദർഭത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു മതപണ്ഡിതനല്ല. രണ്ട്, തർക്കത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പിരിറ്റ് ഈ ചർച്ച നടത്തുന്ന താങ്കൾ ഉൾപ്പെടെ ഉൾക്കൊള്ളണമെന്നാണ്. ഇത് ചർച്ചയ്ക്ക് ഇവിടെ തർക്കിച്ച് ജയിക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. മാധ്യമങ്ങളോ മറ്റോ ആണോ ആരാണ് തർക്കം ഉണ്ടാക്കിയത്? ഇവിടെ ഇപ്പോ ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ ഉള്ള ഒരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബാക്കി കാര്യങ്ങൾ വഖഫ് രജിസ്റ്ററിലേക്ക് ചേർത്തതടക്കം. അപ്പോൾ ഒരു പുനഃപരിശോധനയാണ് നടക്കുന്നത്. ഒരു പുനഃപരിശോധന നടക്കുന്നു. ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം കേൾക്കും. അതനുസരിച്ച് ഒരു തീരുമാനം വരാനിരിക്കെ പൊളിറ്റിക്കൽ പോയിന്റ്സ് അവിടെ സ്കോർ ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അനവധാനത ഈ വിഷയത്തിൽ ഉണ്ടായാലുള്ള പ്രശ്നം ഗുരുതരമാണ് എന്ന്. അല്ല, താങ്കൾ പരിശോധിക്കേണ്ട കാര്യം എന്താ? ഈ വിഷയത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുക്കുന്നത്. ഈ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കണം, സർവകക്ഷി യോഗം നടത്തണമെന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ ഓരോ ദിവസവും വൈകുന്തോറും ഉണ്ടാകുന്ന വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഈ പ്രശ്നം ഈ പറയുന്ന മുനമ്പത്തെ ആളുകൾക്ക് അവിടെ താമസിക്കണമെന്നും അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നും അല്ലല്ലോ ഇതിലിടപെടുന്ന പലരുടെയും ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ വളരെ തുടക്കം മുതൽ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി നിലയുറപ്പിച്ച ചില ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അഭിലാഷിനെ മാതൃഭൂമി അഭിനന്ദിക്കുകയാണ്, ആ വിഭാഗത്തെ ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇവിടെ വളരെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ മുനമ്പത്തിലെ ഭൂമി, മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതിലുപരി ഈ വിഷയത്തെ ആകമാനം കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനെതിരെ തിരിച്ചുവിടുക, വഖഫിനെതിരെ വലിയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സംസാരിക്കുക, വഖഫ് ബില്ല് എന്ന് പറയുന്നത് പുതിയ വഖഫ് ബിൽ പാസ്സാക്കലാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ഇങ്ങനെ നിരന്തരമായി നടക്കുന്ന ചില പരിശ്രമങ്ങളില്ലേ. ഇവിടെ തുടക്കത്തിൽ വസീഫിന് VD സതീശനെ വിമർശിക്കാം, മുസ്ലിം ലീഗിനെ വിമർശിക്കാം, പക്ഷേ ഈ സന്ദർഭം ഉപയോഗിക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ള ഈ സർക്കാർ ഇതിൽ കാണിച്ച അലംഭാവമില്ലേ, സർക്കാർ ഇതിൽ കാണിച്ച വൈകിപ്പിക്കലില്ലേ, ഇവിടെ സംഘപരിവാറിനടക്കം സ്കോർ ചെയ്യാൻ അവസരം കൊടുക്കാൻ സർക്കാരിൻ്റെ കാലതാമസമില്ലേ, ഇത് വളരെ ഒരു നിമിഷം പോലും വൈകാതെ വളരെ പെട്ടെന്ന് ഇത് പരിഹരിക്കപ്പെടണമെന്നാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു പാർട്ടിയല്ലേ ഞങ്ങൾ. ഹൈബി ഈഡൻ്റെ കോലം കത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുഴുവൻ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും മറ്റുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ വരുന്നു. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താ, ഈ രാജ്യത്ത് വഖഫ്
നിയമം ഭേദഗതി ചെയ്യരുത് എന്ന് നിലപാടെടുത്ത, അതിൽ കൃത്യമായി മുന്നോട്ട് പോവുകയും അതിൽ മുസ്ലിം പ്രീണനം നടത്തുകയും ചെയ്യുന്ന പാർട്ടി എന്ന് ഞങ്ങളെ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ആക്ഷേപിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇടതുപക്ഷത്തിന് ഉൾപ്പെടെയുള്ളൊരു ദുഷ്ടലാക്കുണ്ട്. അത് വഖഫുമായി ബന്ധപ്പെട്ടതല്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറയായിട്ടുള്ള രണ്ട് ജനവിഭാഗങ്ങളെ പരസ്പരം തല്ലിച്ച് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവരായതുകൊണ്ട് വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അമീർ, കുഞ്ഞാലിക്കുട്ടി അമീറും ഈ പറയുന്ന ഹസനും കൂടിയാണ് ഭരണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനസാമാന്യത്തിന് മുമ്പിൽ കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുമെന്ന് ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ പ്രസംഗിച്ചതിന്റെ പരിണിത ഫലം അവർ നടത്തിയ പ്രചരണങ്ങളാണ് പിന്നീട് കാസയും സംഘപരിവാർ ഏറ്റെടുക്കുന്നത്. ഇവിടെ ഈ അച്ഛൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശങ്കകൾ അഡ്രസ് ചെയ്യണം എന്നുള്ള നിലപാടാണ്. അദ്ദേഹം ക്രൈസ്തവികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു. അത് പരിഹരിക്കണം, എഫക്റ്റഡായ കക്ഷികളോട് ആ രീതിയിൽ സംസാരിക്കണം എന്ന നിലപാട്. പക്ഷേ ഇവിടെ മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ശബരിമലയെ കുറിച്ച് പറഞ്ഞത്. അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഞാൻ ശബരിമലയെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ, ശബരിമലയെ കുറിച്ച് വഖഫ് ഭൂമി ആകുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുക്കാത്തൊരു ഗവൺമെന്റ്, വസീഫിന്റെ ഗവൺമെന്റ്, ശബരിമല മുസ്ലിങ്ങൾ കീഴടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വയനാട് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ഒരു കേസ് ചാർജ് ചെയ്യാൻ പറ്റാത്ത ഗവൺമെന്റാ. ഇവിടെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചാൽ സാധാരണക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഗവൺമെന്റ് വളരെ വിഷലിപ്തമായൊരു പ്രചരണം, ഇവിടുത്തെ മതേതര മനസ്സിനെ മലീമസമാക്കിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുക്കി പറയാം, മുൻപത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. പക്ഷെ അതൊരു മുസ്ലിം വിരുദ്ധമായ പൊതുബോധം ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തരുതെന്നുള്ള സുചിന്തിതമായ നിലപാടാണ് ഞങ്ങളുടേത്. ശരി, ഓക്കെ.